ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പങ്ക് കൂടുതൽ തെളിവിലേക്ക് വരുന്നു. 2019 കേസുകളാണ്, 19 സ്വർണ്ണക്കവർച്ചയാണ് ഇപ്പോൾ SIT അന്വേഷിക്കുന്നത്. ആ അന്വേഷണത്തിൽ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൂടാതെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ 2019 മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിനെയും അറസ്റ്റ് ചെയ്തു. 3 പേരെയും SIT അറസ്റ്റ് ചെയ്തു. അവരിപ്പോൾ റിമാൻഡിലാണ്. ഇനി ഇതിനകത്ത് 3 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്ന ആദ്യത്തെ FIRലാണ്. അതിനകത്ത് മൊത്തം 11 പേരെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. 3 പേരെ കഴിഞ്ഞിട്ട് ഇനി 8 പേരുണ്ട്. ആ 8 പേരിലേക്ക് അന്വേഷണം നീളും. അടുത്ത റാങ്കിൽ നിൽക്കുന്നത് ദേവസ്വം സെക്രട്ടറി ജയശ്രീയാണ്. ജയശ്രീക്ക് എല്ലാ വിവരങ്ങളും അറിയാം. ഹൈക്കോടതി നിർദ്ദേശം അനുസരിച്ച് ആദ്യം എടുത്ത FIR ഉണ്ട്, അതിലേക്കാണ് ഇതുവരെ അന്വേഷണം നീണ്ടുപോയത്. ഇനി രണ്ടാമത്തെ FIRനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണം SITക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. ആദ്യത്തെ FIRനകത്ത് 3 പേരെ അറസ്റ്റ് കഴിഞ്ഞു. ഇനി അതിനകത്ത് 8 പേരെയും കൂടെ അറസ്റ്റ് ചെയ്തെങ്കിലേ ആ കേസിൻ്റെ അന്വേഷണം പൂർത്തിയാക്കാൻ കഴിയുള്ളൂ. രണ്ടാമത്തെ FIRനകത്ത് എത്രത്തോളം ആൾക്കാർ വരും എന്നതിനെപ്പറ്റി ഇപ്പം വ്യക്തതയില്ല SITക്ക്. പക്ഷേ ആദ്യത്തെ കേസിനകത്ത് ഇനി അതിനകത്ത് 11 പേരെ കൂടാതെ മറ്റു ചിലരെയും കൂടെ പ്രതിയാക്കേണ്ടി വരും. അത് കൽപേഷിൻ്റെ റോള്. ഇവിടുന്ന് സ്വർണം കൊണ്ടുപോയത് കൽപേഷാണ്. അയാളെ ചോദ്യം ചെയ്ത് വിട്ടു കഴിഞ്ഞു. അയാളെ വീണ്ടും വരുത്തും. അയാൾ ആരുടെ കോണ്ടാക്റ്റാണ്? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആണോ, അതോ ശബരിമലയുള്ള ദേവസ്വം ബോർഡിലെ പ്രതികളായിട്ടുള്ളവരുടെ ആളാണോ? അപ്പം കൽപേഷിൻ്റെ റോള് ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അത് ഒരു ഐഡിയ മിക്കവാറും SITക്ക് ലഭിച്ചിട്ടുണ്ടാവും. പിന്നെ വാസുദേവൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അയാളെ ചോദ്യം ചെയ്ത് വിട്ടയച്ചിരിക്കുന്നതാണ്. ഗോവർദ്ധനെ 1-2 പ്രാവശ്യം SIT ചോദ്യം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിനെ ചോദ്യം ചെയ്ത് വിട്ടു. സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയുടെ റോള്. അങ്ങനെ ആ 4 പേരുടെ റോള് ഫിക്സ് ചെയ്യണം. ആദ്യത്തെ കേസിനകത്ത് തീർച്ചയായിട്ടും ഇവർ 4 പേരും സാക്ഷിയായിട്ടോ അല്ലെ മാപ്പ് സാക്ഷിയായിട്ടോ അല്ലെങ്കിൽ പ്രതിയായിട്ടോ വരേണ്ടവരാണ്. ആ കാര്യത്തെപ്പറ്റി കൃത്യമായ അന്വേഷണം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ മാത്രമേ തീരുമാനമെടുക്കൂ എന്ന് തോന്നുന്നു. എങ്കിലും ദേവസ്വം ബോർഡിലെ അടുത്ത അറസ്റ്റ് ജയശ്രീയിലേക്ക് പോയേ പറ്റുള്ളൂ. അതിനുശേഷം ജയശ്രീയെ തുടർന്ന് ബാക്കിയുള്ള 7 പേരെ, മൊത്തം 11 പേരെയും ഫോർമാലിറ്റി കംപ്ലീറ്റ് ചെയ്യണം. അവർക്കൊക്കെ നോളജുണ്ട്, അവർക്കൊക്കെ ഇതിൽ നിന്ന് എന്തെങ്കിലും ഷെയർ കിട്ടിയിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനി നോക്കേണ്ടത്. അതുപോലെ തന്നെ ദേവസ്വം ബോർഡിലെ ഇനി തിരുവാഭരണ കമ്മീഷണർമാർ KS ബൈജു, RG രാധാകൃഷ്ണനെയൊക്കെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. അവർക്കൊക്കെ മോശവിചാരമുണ്ട്. 120 അവരുണ്ട്, ഗൂഢാലോചനയിലുണ്ട്. ആ മോശവിചാരം ഉള്ളത് കൊണ്ട് അതിൽ നിന്ന് എന്തെങ്കിലും കൈപ്പറ്റിയിട്ടുണ്ടാകാം. അല്ലെങ്കിൽ അവർ ഈ വിവരം അധികാരികളെ അറിയിക്കേണ്ടതായിരുന്നു. ദേവസ്വം ബോർഡിലുള്ള ആരും, പ്രതിസ്ഥാനത്ത് വരുന്നവരാരും ഇതിനെപ്പറ്റി നടപടിയെടുക്കണം, ഇവിടുത്തെ സ്വർണ്ണാഭരണങ്ങൾ തട്ടിക്കൊണ്ട് പോവുകയാണ് എന്ന് പരാതി എങ്ങും പറഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും അതുകൊണ്ട് ഈ 11 പേരും പ്രതി. ആ കൂടെ നേരത്തെ പറഞ്ഞ 4 പേരുടെ കാര്യം ഇനി SIT തീരുമാനിക്കും. ഇനി അതിൻ്റെ മുകളിലിട്ട് ഈ കേസിനകത്ത് ആരൊക്കെയാണ് ഇതിനെപ്പറ്റി, സ്വർണ്ണം ഇവിടുന്ന് കൊണ്ടുപോയതിനെപ്പറ്റി നോളജുള്ള, അത് ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ്, അതോടൊപ്പം ആ സമയത്തുള്ള 2 ദേവസ്വം ബോർഡ് പ്രതിനിധികളെ. ആ കാലഘട്ടത്തിൽ ഈ 2019 2 പ്രാവശ്യമായിട്ട് ഇവിടുന്ന് സ്വർണം കൊണ്ടുപോയതിനകത്ത് അന്നത്തെ സമയത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരാര് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യതയോടുകൂടി SIT നോക്കണം. അവരിലേക്കും അറസ്റ്റ് പോയേ ഒക്കുള്ളൂ. അതുകൊണ്ട് രണ്ടാമത്തെ കേസിലേക്കുള്ള അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. അതിലേക്ക് പലരെയും അറസ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നുണ്ട്. എന്തായാലും കുറേ റിക്കവറി നടന്നതുകൊണ്ട് ആദ്യത്തെ കേസിൻ്റെ റോള് പെട്ടെന്ന് SITക്ക് തീർക്കാൻ പറ്റും. അതേസമയത്ത് അവിടെ യാഥാസ്ഥിതിനകത്ത് ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കേണ്ടി വരും. ഈ കേസിൻ്റെ അന്വേഷണത്തിൽ
ഇത്രയും സാധനങ്ങൾ മോഷ്ടിച്ചതിന് ഇത്ര ആൾക്കാർ പ്രതികളാണ്. ഇതിൻ്റെ തുടർച്ചാ മോഷണത്തിനെ സംബന്ധിച്ച് വേറെ പ്രതികൾ വരാം, അല്ലെങ്കിൽ ആ പ്രതികൾക്ക് പ്രത്യേക FIR തയ്യാറാക്കുന്നുണ്ട്. അതിനെ സംബന്ധിക്കുന്ന യാഥാസ്ഥിതിനകത്ത് പറഞ്ഞു വെക്കണം. കോടതിയിൽ മുമ്പിൽ കുറ്റച്ചാർജ് കൊടുക്കുമ്പം ആ ടൈം ലിമിറ്റിനകത്ത് കുറ്റച്ചാർജ് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ആ കിട്ടിയിടത്തോളം തെളിവ് വെച്ച് ഒരു ചാർജ് ഷീറ്റ് കൊടുക്കുകയും, കാരണം പ്രതികളെ അല്ലെങ്കിൽ പ്രതികൾ പെട്ടെന്ന് ജാമ്യത്തിൽ പോകാതിരിക്കാൻ ബാക്കിയുള്ള ആദ്യത്തെ FIRലെ ബാക്കിയുള്ള അറസ്റ്റൂടെ കംപ്ലീറ്റ് ചെയ്ത് അതിനകത്ത് ഇനി പ്രതികളെ ആരെയൊക്കെ ചേർക്കണമെന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുത്ത് 1-2 ആഴ്ചക്കകം അതിൻ്റെ അന്വേഷണം പൂർത്തിയാക്കണം. ഒപ്പം തന്നെ രണ്ടാമത്തെ FIRനകത്ത് ആരൊക്കെ പ്രതികൾ വരും എന്നുള്ള കാര്യവും അതിനകത്ത് ഇനി ഒന്നും നോക്കാനുള്ള SITക്ക്, കാരണം മോഷ്ടിച്ചു എന്ന് ഉറപ്പായി, മോഷണത്തിന് കുറേ ആൾക്കാർ ശബരിമലയുള്ളവർ കൂട്ടുനിന്നു, അത് അധികാരികളെ അറിയിക്കാൻ ബാധ്യസ്ഥരായ ആരും അത് അറിയിച്ചില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അവരെല്ലാവരും 120B വരും. എന്തുകൊണ്ടാണ് അവിടുത്തെ SP-മാർ, സ്പെഷ്യൽ സൂപ്രണ്ട്, അവരാരും ഈ വിവരം ഗവൺമെൻറ്റിൽ അറിയിച്ചില്ല എന്നുള്ളൊരു പ്രസക്തമായ ചോദ്യം കൂടെ നിൽക്കുന്നുണ്ട്. അവരുടെ റോളിനെ പറ്റിയും SIT കൂലങ്കഷമായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം അവരിലെ ഒരു SP അവസാന കാലഘട്ടത്തിൽ ഹൈക്കോടതി ചോദിച്ചപ്പം കൊടുത്ത ഉത്തരവാണ്. അതുവരെ മിണ്ടാതിരുന്നു, അല്ലെങ്കിൽ അതുവരെ അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ പറ്റിയില്ല. അദ്ദേഹം നേരത്തെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു FIR എടുക്കാമെന്ന് ഞാൻ മൊഴി കൊടുത്തിട്ട് അതും നടന്നിട്ടില്ല. അതുകൊണ്ട് ഇനി ഈ കേസിൻ്റെ അന്വേഷണം പൂർത്തിയാക്കണം. രണ്ടാമത്തെ കേസ് FIRൻ്റെ അന്വേഷണം പൂർത്തിയാക്കണം. അതെല്ലാം കൂടെ ഈ മാസം തന്നെ തീർത്ത് കുറ്റച്ചാർജ് കൊടുക്കുന്നതാണ് നല്ലത്. കാരണം ദാരുശില്പങ്ങളിലെ അടിച്ചു മാറ്റിയ സ്വർണം, അതുപോലെ തന്നെ രണ്ടാമത്തെ അവിടുത്തെ കട്ടില പടിയിൽ ഉള്ള സ്വർണം, അതുപോലെ തന്നെ അവിടുത്തെ ചുവരുകളിൽ തീർത്ത ചുവരിലുണ്ടായിരുന്ന സ്വർണം, 3 കാര്യത്തിൽ ഏകദേശം 8300 ചില്ലുവാനുമാണ് എൻ്റെ ഒരു ഓർമ്മ. 8384 ഗ്രാം സ്വർണത്തിൻ്റെ കണക്കുകൾ കണ്ടെടുത്തു. അത് ഈ കേസിനകത്ത് ഇതുവരെ റിക്കവർ ചെയ്തതിനകത്ത് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് യാഥാസ്ഥിതിനകത്ത് വരുന്ന അത് FIRനകത്ത് ഉൾക്കൊള്ളിച്ചുകൊണ്ട് പോകേണ്ടി വരും.